ഞാൻ നിന്നെ ബെഞ്ച് ചെയ്തിരിക്കുന്നതാണെന്നോ നീ വിചാരിക്കുന്നേ? എത്ര നാൾ ഇങ്ങനെ കൊണ്ടുനടക്കാൻ എൻ്റെ പ്ലാൻ? അവസാനം എൻ്റെ കൊച്ചൻ മൂങ്ങിക്കൊണ്ടിരിക്കുന്ന കാണാൻ ഞാൻ മാത്രമേ കാണത്തുള്ളൂ. ഞാൻ വിചാരിച്ച എന്നോട് കളിപ്പാറ് ഉണ്ണിമോള് ജോയിൻ ചെയ്യില്ലാന്ന്. ശരിക്കും എന്നോട് കളിപ്പില്ല ഉണ്ണിമോളെ. എൻ്റെ ഉണ്ണിമോളെ എന്നോട് മിണ്ട്. ഞാൻ നിന്നെ ബെഞ്ച് ചെയ്തിരിക്കുന്നതാണെന്നോ നീ വിചാരിക്കുന്നേ? ഞാൻ എന്ത് ചെയ്യാനാണ് അവിടെ ഓരോന്നൊക്കെ പറയുന്നതിന്? നിനക്ക് എന്നോട് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടെങ്കിൽ അത് എന്നോടല്ലേ പറയേണ്ടത്? അത് എല്ലാവരും പറഞ്ഞിട്ടാണോ ഞാൻ അറിയണ്ടേ? എന്താടാ പറയ്. ഞാൻ അങ്ങനെ പറയാനാണ്? ഞാൻ പരിചയപ്പെടുമ്പോൾ മുതൽ സൽമാൻ നിൻ്റെ കൂടെ ഉണ്ട്. നീ ഇടയ്ക്കിടയ്ക്ക് വരും ബ്രേക്കപ്പ് എന്ന് പറഞ്ഞു എന്നിട്ട് പോവും. അപ്പം ഞാൻ ലൈഫിൽ വേറെ ട്രാക്ക് പിടിക്കാൻ നോക്കുമ്പോൾ അപ്പം വീണ്ടും വരും. അപ്പൊ അവര് പറഞ്ഞത് ഞാൻ നിന്നെ ബെഞ്ച് ചെയ്തെന്ന് നീ പറയുന്നല്ലേ? എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി എനിക്കൂട്ടാ. അങ്ങനല്ല അല്ല വേണ്ട പറയ്. അങ്ങനത്തെ ടോക്ക് നമുക്കിടയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ അത് ബാധിക്കും. പറയാതിരുന്നപ്പോൾ എല്ലാം ശരിയാകുമോ? ഇത്ര നാൾ നിന്നുള്ള ഫ്രീഡത്തിന്റെ പുറത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളും വേറെ രീതി കേൾക്കേണ്ടി വരുമ്പോൾ എനിക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല എനിക്കൂട്ടാ. ഉണ്ണിമോളെ, ബുദ്ധിമുട്ട് നിനക്ക് മാത്രമല്ല എനിക്കുണ്ട്. എന്നോടുള്ള ഫ്രീഡത്തിന് പേരിൽ നീ വന്നും പോയിരുന്നില്ലേ? ശരിയാ, എൻ്റെ ഫീലിങ്സ് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല, അത് തെറ്റായി. പക്ഷെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ നീ ഒരിക്കലും മര്യാദ കാണിച്ചിട്ടില്ല ഉണ്ണിമോളെ. നീ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞ് വരും. അപ്പം ഞാൻ നിന്നെ ആശ്വസിപ്പിക്കണം, നിൻ്റെ കൂടെ ഇരിക്കണം, നിന്നെ ഓക്കെ ആക്കണം. എന്നിട്ട് നീ പോവും. എൻ്റെ സമയം പോലും നോക്കാതെ ഞാൻ നിൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. കണക്ക് പറയല്ല, പക്ഷെ ഒരു മര്യാദ വേണ്ടേ? നീ പാച്ചപ്പായി പോയാൽ നീ ഒന്നും വിളിക്കത്തില്ല, നീ ഒരു മെസ്സേജ് അയക്കില്ല. എന്നിട്ട് ഞാൻ നിന്നെ വിളിച്ച് നീ എടുക്കുമോ? എന്നിട്ട് നീ വീണ്ടും വരും. എപ്പോഴാണെന്നറിയോ? അടുത്ത ബ്രേക്കപ്പ് ആകുമ്പോൾ. ഇതൊരു മര്യാദകേടല്ലേ? ഇതാ ഞാൻ പറഞ്ഞ് സംസാരിക്കണ്ടാവും. ഉണ്ണിമോള്, ശരിക്കും നിനക്ക് എന്നോട് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല ഇതുവരെ? സൽമാൻ ഉള്ളതുകൊണ്ടാണോ? അത് മാത്രല്ല, അപ്പം ഇത് ബെഞ്ചിങ് അല്ല, ഒന്നാം തരം വൺ സൈഡിലാവുക. എൻ്റെ ഖദീജയോട് പണ്ട് എനിക്ക് തോന്നിയ അതേ സാധനം. നിന്റെ ചോദ്യത്തിന് അവൾ എന്താ മറുപടി പറഞ്ഞേ? സൽമാൻ ഉള്ളതുകൊണ്ടാണോ? അത് മാത്രല്ല, പിന്നെ